ഹായ് ചെങ്ങൈമാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലുസൈൽ നോർത്തിലുള്ള ഖത്തൈഫാൻ ഐലൻഡിലാണ് കേട്ടോ. ഖത്തൈഫാൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഖത്തറിലുള്ള ഒരു ലക്ഷറിയസ് റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇത് ഫുള്ള് പണി കഴിഞ്ഞാൽ ഉണ്ടാകുക. അടിപൊളി കിടിലൻ സെറ്റപ്പ് ആട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞത് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, നല്ല അടിപൊളി ബ്രിഡ്ജാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആ ബ്രിഡ്ജ്. സംഭവം അടിപൊളിയാണ്, നല്ല രസമുണ്ട് ബ്രിഡ്ജ് കാണാൻ. രാത്രിയൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഉഷാറാവും. സംഭവം ഗ്ലാസ് ആണെങ്കിൽ ഒരു ഡിസൈനുള്ള ഗ്ലാസ് ആയതുകൊണ്ട് താഴോട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. താഴെയൊക്കെ നല്ല കാണുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും. നല്ല വെള്ളമൊക്കെ നല്ല അടിപൊളി വെള്ളമാണല്ലോ. അപ്പോൾ അതവിടെ മുകളിൽ ഷോപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല, ഒക്കെ അടച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ അധികം ആളൊന്നുമില്ല. ഒന്നാമത് ചൂടാണ്, പിന്നെ ഞാൻ വന്ന സമയം കുറച്ച് ഒരു 4 മണി 4:30 സമയത്താണ് ഞാൻ വന്നത്. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ആൾക്കാർ വരികയായിരിക്കും. ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ. എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി രസമുണ്ടാവും. ഇപ്പം നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് നടക്കാനൊക്കെ വരാം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാൻ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ കുറേ ദൂരം നടന്നു കേട്ടോ. ഈ തലക്കൽ മുതൽ ആ തല വരെ ഞാൻ നടന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതുപോലത്തെ 2 ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ, 2 സെറ്റ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ബ്രിഡ്ജൊക്കെ അടിപൊളിയാണ് എന്തായാലും. പിന്നെ അതായത് വണ്ടി പോകുന്ന പാലമാണ്. പാലൊക്കെ കംപ്ലീറ്റ് ഇരുമ്പാണ് ഉണ്ടാക്കി, നല്ല സെറ്റപ്പാണ് എന്തായാലും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ റെസിഡൻസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെയും വില്ലൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. അവിടെ തന്നെ ഇവിടെ റെസിഡൻസ് ആരുമില്ല. അപ്പോൾ റെസിഡൻസൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാവും ഇവിടെയൊക്കെ നടക്കാനൊക്കെ. അവർക്ക് നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഫുള്ള് ആ താമസക്കാരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ബിസി ആവും. പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കോടികൾ ചിലവാക്കി ഉണ്ടാക്കി വെച്ചിട്ട് അത് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ നശിച്ചു പോകുന്ന സെറ്റപ്പ് അല്ലല്ലോ ഇവിടെ. ഇവിടെ കൃത്യമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിൻ്റനൻസൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അവിടെ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് ഈ ഫുട്പാത്തും റോഡും കാര്യങ്ങളൊക്കെ. പിന്നെ അതായി കാണുന്നത് ഒരു വാട്ടർ തീം പാർക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയ പാർക്കാണ്. പിന്നെ അത് അവിടെ ഒരു പള്ളിയുണ്ട്, മോസ്ക് 27 എന്ന് പറഞ്ഞൊരു പള്ളി. പള്ളിയൊക്കെ വെറൈറ്റി ആട്ടോ, അടിപൊളി നല്ല രസമുണ്ട് കാണാൻ പള്ളി. പള്ളീൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല. അതെനിക്ക് തോന്നുന്നു പ്രയർ ടൈമിൽ മാത്രമാണ് തുറക്കുന്നതെന്ന് തോന്നുന്നു. ഇനി തുറന്നില്ല എന്നറിയില്ല പള്ളി. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഡോറൊക്കെ നോക്കി നിങ്ങൾ ഫുള്ളൊരു ഗോൾഡൻ കളറിൽ നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി രസമുണ്ടാവും. പള്ളി വേറൊരു ലെവലാണ്, മൊത്തത്തിൽ വേറൊരു ഡിസൈനാണ്. നമ്മൾ കാണാത്തൊരു ഡിസൈനാണ് പള്ളീൻ്റെ ഡിസൈൻ. പിന്നെ അതാ ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റും വില്ലകളൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.